വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര സർക്കാരിന് നന്ദി അർപ്പിച്ച് മുനമ്പത്ത് ഇന്ന് ബഹുജന കൂട്ടായ്മ. നന്ദി മോദി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയെ വരവേൽക്കാൻ ആവേശത്തിലാണ് മുനമ്പം ജനത. കിരൺകുമാർ ചേരുന്നുണ്ട് മുനമ്പത്ത് നിന്ന്. കിരൺ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ മുനമ്പത്ത് ജനതയ്ക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തിയ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് ഇന്ന് അവിടേക്ക് എത്തിച്ചേരുന്നത്. മാത്രമല്ല, നന്ദി മോദി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സംയോജിതമായുള്ള ഇടപെടൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടുതൽ ഇടപെടൽ മുനമ്പത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മന്ത്രിയെ വരവേൽക്കാൻ ജനത അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്? ദേവിക, ഏതായാലും ഈ മുനമ്പത്തേതടക്കമുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയായിരുന്നു ഈ വഖഫ് നിയമത്തിലെ ഭേദഗതി എന്നുള്ളൊരു ആവശ്യം. അത് യാഥാർത്ഥ്യമായതിനു ശേഷമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇന്ന് മുനമ്പത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മുനമ്പം സമരസമിതിയുടെ അതിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഈ മുനമ്പം വേളാങ്കണ്ണി പള്ളിയിലെ വികാരിയുണ്ട്. ഫാദറിനോട് തന്നെ നമുക്ക് പറയാം. ഫാദർ, ഇന്നിപ്പോൾ കിരൺ റിജിജു എത്തുകയാണ്. വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും കാത്തിരിക്കുന്നത്. എന്തുമാത്രം? തീർച്ചയായിട്ടും സമരത്തിൻ്റെ നിരാഹാര സമരത്തിന് 185-ാം ദിനമാണിന്ന്. ഞങ്ങൾ ഈ സമരം ആരംഭിച്ചത് 2022 ജനുവരി മുതൽ. ഞങ്ങൾ ഈ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഭൂസമര സമിതിയെ രൂപീകരിച്ചുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹരിക്കാനായിട്ട്, ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 185 ദിവസങ്ങളായിട്ടാണ് നിരാഹാര സമരം നടക്കുന്നത്. ഇതിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ ഇടപെട്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും അതിന് പിന്നെ കോടതിയിൽ അതിന് തടസ്സം വരികയും പിന്നെ വീണ്ടും ഇപ്പോൾ അത് പ്രവർത്തിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. എന്നാലും അത് ഇനി മെയ് 31 കൂടി അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. എന്നാലും അതിലിനി ഗവൺമെൻറ് അതിന് ആക്ട് ചെയ്യാനായിട്ട് വീണ്ടും കോടതിയിൽ നിന്ന് അനുവാദം ലഭിക്കണം. ഈ ഒരു അവസ്ഥയിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഏതായാലും വിധി ഈ ഈസ്റ്ററിന് ശേഷം വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിനെതിരായിട്ടും ഒരു സ്റ്റേ ഓർഡർ ഇപ്പോൾ വഖഫ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് 2025 വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സായത്. ഈ ഒരു അവസരത്തിൽ ഇന്നേ ദിനം ചരിത്രത്തിലെ ഒരു പൊന്നായ ദിവസമാണ്. കാരണം ഈ വഖഫ് ബില്ല് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജിജു ഇവിടെ നേരിട്ട് വരികയും ഇവിടുത്തെ ജനങ്ങളെ കാണുകയും മാത്രമല്ല ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്താണെന്നുള്ളത് ഇവിടെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടാകും ഇവിടുത്തെ ജനസമൂഹത്തിന്. കാരണം ഇവരുടെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കപ്പെടും എന്നൊരു വിശ്വാസമാണ് അവർക്കിന്നുള്ളത്. ഏതായാലും ഫാദർ, വളരെയധികം നന്ദി. ഏതായാലും നമ്മൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരം 185-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ വഖഫ് നിയമ ഭേദഗതി അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഈ നിയമ ഭേദഗതിക്ക് വേണ്ടി വലിയ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹം ഇന്ന് നേരിട്ടെത്തി ഈ മുനമ്പത്തെ ജനങ്ങളെ സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഈ സമരസമിതി പ്രവർത്തകർ കൂടി ചേരുകയാണ്. ചേട്ടാ, ഇതെങ്ങനെയാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഞങ്ങൾ നോക്കിക്കാണുന്നത് ഞങ്ങളെല്ലാവരും വന്നിട്ട് അവർ മാത്രമേ ഞങ്ങളെ നോക്കാനും അന്വേഷിക്കാനൊക്കെ ഉള്ളൂ. അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും. അവരെങ്കിലും വരുമ്പോൾ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ തിരിച്ചിട്ടാനുള്ള വഴികളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിനോടുള്ള പ്രതീക്ഷ. അല്ലാതെ ഈ കേരള സർക്കാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾക്കറിയാം. ഇവരിൽ മാത്രം ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണല്ലോ, വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ വലിയ രീതിയിൽ പരിപാടി ഗംഭീരമാക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ്? ഞങ്ങൾ ഇതിന് പൂർണ്ണമായിട്ട് നിൽക്കും. എന്ത് കാര്യത്തിലും ഒരുപാട് ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേവിക, ഏതായാലും വലിയൊരു ജനപങ്കാളിത്തം കൊണ്ട് തന്നെ ഈ പരിപാടി ഗംഭീരമാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ പറയുന്നത്. അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. BJP സർക്കാർ അല്ലെങ്കിൽ BJP നേതാക്കൾ മാത്രമായിരുന്നു തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ സമരം ആരംഭിച്ച മുതൽ തന്നെ BJP നേതാക്കൾ കൂടെ ഉണ്ടാവുകയും പല നേതാക്കൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തുകയും മുനമ്പത്തെ ജനങ്ങളെ സന്ദർശിക്കുകയും ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങൾ പിന്നീട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ വരികയും അവർ JPCക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള മുനമ്പത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുകയും ആ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. അന്ന് ആ സമയത്ത് ഉറപ്പ് നൽകിയിരുന്ന ഒരു കാര്യം തന്നെയാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് കാരണമായിട്ടുള്ള വഖഫ് നിയമത്തിലെ ഭേദഗതി
വരുത്തും, അത് പ്രാബല്യത്തിലാക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടായിരുന്നു ആ സമയത്ത് BJP നേതാക്കൾ മുനമ്പത്ത് നിന്ന് പോയത്. ഏതായാലും ഇപ്പോൾ അത് നടപ്പിലാക്കിയതിന് ശേഷം ആ ഉറപ്പ് അത് പാലിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും BJP നേതാക്കൾ ഇങ്ങോട്ട് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ. അവർ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ നന്ദി മോദി എന്ന പേരിലാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് കിരൺ റിജിജു എത്തുന്ന ഈ പരിപാടി മുനമ്പത്ത് വെച്ച് നടക്കുക. അവിടേക്ക് കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് അവിടെ എത്തിച്ചേർന്നവരെല്ലാം തന്നെ കേന്ദ്രമന്ത്രിയെ കാണാനായി വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതും കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെയാണ് പാർലമെന്റിൽ എന്ന് അവർ ഓർത്തു വെക്കുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര സർക്കാരിന് നന്ദി അർപ്പിച്ച മുനമ്പത്ത് ഇന്ന് ബഹുജന കൂട്ടായ്മയാണ് നന്ദി മോദി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ടാണ് പരിപാടി. കേന്ദ്രമന്ത്രിയെ വരവേൽക്കാൻ ആവേശത്തിലാണ് മുനമ്പത്തെ ജനത.